സുരേഷ് ഇതുവരെ വന്നില്ലേ മോളെ? ചേട്ടൻ വലിയ മറവിക്കാരനാണെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ ചേച്ചി. അമ്പലത്തിൽ പോകുന്ന കാര്യം ചേട്ടൻ അപ്പോഴേ മറന്നു കാണും. ചേച്ചി ഒരുങ്ങുകയും ചെയ്തു. ചേച്ചി ഒന്ന് ഫോൺ ചെയ്ത് നോക്കൂ. നീ മോനെ നീ ഫോൺ ചെയ്തു. ഓ കരേ. ഹലോ, ഹോസ്പിറ്റലിലെ? ഞാൻ രാധയോ സംസാരിക്കുന്നേ. ഹലോ, രാധയോ? ഡോക്ടർ സിസ്റ്റർ ശാന്തയുമായി കാറിൽ പുറത്തേക്ക് പോയി. ഇല്ല, എവിടേക്കാണെന്ന് പറഞ്ഞില്ല. നിർത്തട്ടെ. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ചേട്ടൻ മറന്നു കാണുമെന്ന്. സിസ്റ്റർ ശാന്തയുമായി ചേട്ടൻ പുറത്തേക്ക് പോയെന്ന്. എവിടെ പോയതായിരിക്കും? ആർക്കെങ്കിലും അസുഖം കൂടുതലായിട്ട് പോയതായിരിക്കും മോളെ. ഇനി ഇന്നത്തെ പോക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദീപാരാധനയ്ക്ക് മുൻപ് അങ്ങ് എത്തേണ്ടതല്ലേ? ചേട്ടൻ വരാൻ പോകുന്നില്ലമ്മേ. അല്ല, സഹധർമ്മിണി എന്താ ഇന്ന് പതിവില്ലാത്ത വിധം ഒരുങ്ങിയിരിക്കുന്നത്? പ്രോഗ്രാം വല്ല ഇട്ടിട്ടുണ്ട്? രാവിലെ പോവാൻ നേരത്ത് ഞാൻ പറഞ്ഞ വല്ല ഓർക്കുന്നുണ്ട്? ഓർക്കുന്നില്ല. എന്തു പറഞ്ഞു? ഡോക്ടർ സാർ, ശാന്തമായനെ വൈകിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഓ സോറി, ഐ എം റിയലി സോറി. ഞാൻ അക്കാര്യം മറന്നുപോയി. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറക്കും. ശ്രീമതി പിണങ്ങാതെ. നാളെ നീ മറന്നാലും ഞാൻ മറക്കില്ല. എന്താ? ഹലോ, ഡോക്ടർ 5 മണിക്ക് തന്നെ സിസ്റ്റർ ശാന്തയുമായി കാറ് പുറത്തേക്ക് പോയിരാണ്. എവിടെ പോയെന്നറിയാമോ? എവിടെ പോയെന്ന് അറിയത്തില്ല. വെക്കട്ടെ. ചേട്ടൻ ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടു? രാധേ പുറപ്പെട്ടു 5 മണിക്ക് തന്നെ. പക്ഷെ വീട്ടിലേക്കല്ല. പിന്നെ ആ ശാന്തയുടെ കൂടെ കാറിൽ പോയെന്ന്. ദിവസം ചേട്ടൻ ഇതന്നെ ജോലി. വീട്ടിലെ കാര്യങ്ങൾ യാതൊരു ശ്രദ്ധയുമില്ല. ചേച്ചി, ഞാൻ ഒരു കാര്യം പറയാമല്ലോ, എനിക്കിതൊന്നും പിടിക്കുന്നില്ല. അങ്ങനെയൊന്നും പറയില്ല രാധേ. ചേട്ടനൊരു ഡോക്ടറല്ലേ, എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. എന്നുണ്ടോ ഇങ്ങനൊരു അത്യാവശ്യം? ആ ശാന്തയുടെ കൂടെ കാറിൽ ചുറ്റുന്നതാണോ അത്യാവശ്യം? വലിയയുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട. ഒന്നും മിണ്ടാതിരിക്കും. എങ്ങനെ മിണ്ടാതിരിക്കും? ആശുപത്രിയിൽ നിന്ന് പുച്ഛമായിട്ട് പറയുന്നതൊക്കെ ഞാനല്ലേ കേൾക്കുന്നത്. ചേട്ടൻ ഇങ്ങ് വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട്. രാധേ, ഞാൻ പറയുന്നത് കേൾക്കൂ. ചേട്ടൻ വന്നാൽ നീ ഈ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. അമ്പലത്തിൽ പോകാൻ ഇങ്ങനെ ദിവസം ഉടുത്തൊരിഞ്ഞിരുന്നു. എനിക്കെന്താ? ശ്രീദേവി, ഉറക്കം വരുന്നില്ലേ? എങ്ങനെ ഉറങ്ങാനാണ്? എന്താ സുഖമില്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? പറയൂ, എന്തു പറ്റി? ഏതോ പേടി സ്വപ്നം കണ്ടതുപോലെ മനസ്സിനൊരു സ്വസ്ഥതയുമില്ല. നീ ആവശ്യമില്ലാതെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ എങ്ങനെ മനസ്സിൽ സ്വസ്ഥത കിട്ടാനും? എന്തോ എനിക്കറിഞ്ഞൂടാ. വഴി നമുക്ക് കിടക്കാം. നിൽക്കൂ, നീ എന്തോ എന്നൊന്ന് മറച്ചു വെക്കുന്നുണ്ട്. പറയൂ, കാര്യം എന്താണെന്ന് ഞാനും ഒന്ന് കേൾക്കട്ടെ. ആരോ ചേട്ടനെ എന്നിൽ നിന്ന് അകറ്റുന്നതായി, ചേട്ടന് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു വരുന്നതായി ഒരു തോന്നൽ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ മോനെയും നിന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ എവിടെ പോകാൻ? അമ്പലത്തിൽ പോകണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. ഇതേവരെ പോകാൻ കഴിഞ്ഞു. ഞാൻ വന്നില്ലെങ്കിൽ നിനക്ക് അമ്മയും കൂട്ടി അമ്പലത്തിൽ പോകാൻ പാടില്ലായിരുന്നു? ഈ മറുപടിക്ക് വേണ്ടിയല്ല ദിവസവും ഞാൻ കാത്തിരുന്നത്. എന്റെ ഈ ദേവനുമായി വേണം എനിക്ക് അമ്പലത്തിൽ പോകാൻ. ശരി, ദേവിയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. നാളെ വൈകുന്നേരം പോകാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കും. പോരെങ്കിൽ നാളെ വിഷുവാണ്, വരാതിരിക്കുന്നു. ഓ, വിഷുവാണോ?
അക്കാര്യം ഞാനങ്ങ് മറന്നുപോയി. സമ്മതിച്ചു, യാതൊരു മാറ്റവുമില്ല. ഡോക്ടർ വിളിച്ചോ? വിളിച്ചു. ഉടനെ പുറപ്പെട്ടാൽ സിസ്റ്ററിന്റെ കുട്ടിയെ നോക്കിയിട്ട് എനിക്ക് അതുവഴി വീട്ടിലേക്ക് പോകാം. ഇന്ന് കുറച്ച് നേരത്തെ പോകേണ്ട കാര്യമുണ്ട്. ഇന്നലെ കുഞ്ഞിന് അല്പം കൂടുതലായിരുന്നു. രോഗമറിയാതെ സിസ്റ്റർ എന്തൊക്കെയോ മരുന്ന് കുട്ടിക്ക് കൊടുത്തു. അതിന്റെ റിയാക്ഷനാണ്. ഭയപ്പെടാനൊന്നുമില്ല. വരും. ചേച്ചി, വിഷുവിന് തയ്ച്ച തുണിയെല്ലാം കൊണ്ടുവന്നിരിക്കുന്നു. ദാ വരുന്നു. ഡോക്ടറെ വീട്ടിലെ പടക്കം വേടാ, ഓടിക്കടാ, ഈ ഉടുപ്പ് നല്ലപോലെ ചേരുവല്ലേ? നമുക്ക് ഇന്ന് അമ്പലത്തിൽ പോകുമ്പോ ഇതിടിപ്പിക്കാം. ചേട്ടൻ വന്നിട്ട് വേണ്ടേ പോകാൻ? ചേട്ടൻ സമയത്തിന് വരത്തുമില്ല, പോക്കും നടക്കത്തില്ല. ശ്രീദേവി, തുണി കരിയുന്ന മണം വരുന്നല്ലോ. ശരിയാണമ്മേ, എവിടെയോ തുണി കരിഞ്ഞിട്ടില്ല. ഹലോ, ഹോസ്പിറ്റലല്ലേ? ഞാൻ രാധയാണ്. ചേട്ടനൊന്ന് വിളിക്കൂ, ഒന്ന് വേഗം വിളിക്കൂ. ഇല്ലേ അമ്മേ? എന്താ മോളെ? ചേട്ടൻ അവിടെ ഇല്ലമ്മേ. ആ നശിച്ച് ശാന്തിയുമായി പുറത്തു പോയിരിക്കുകയാണ് മോളെ. വേറെ ഏതെങ്കിലും ഡോക്ടറെ വിളിക്കും മോളെ. കുഞ്ഞിനെന്ത് പറ്റി ശ്രീദേവി? ശ്രീദേവി, ഞാനാ ചോദിക്കുന്നത് കുഞ്ഞിനെന്ത് പറ്റിയെന്ന് പറയൂ. റോഡിൽ നിന്ന് കുട്ടികൾ പടക്കം പൊട്ടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അതിലേതോ വന്ന് വീണ് തൊട്ടിലിന് തീ പിടിച്ചു പോലെ. കുഞ്ഞിനെ ആരാ നോക്കിയത്? ഡോക്ടർ സോമൻ. ചേട്ടൻ നേഴ്സ് ശാന്തിയുമായി പുറത്തേക്ക് പോയെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു. കുഞ്ഞ് ഉറങ്ങിക്കിടക്കുമ്പോഴും അടുത്ത് ആരെങ്കിലും ഇരിക്കേണ്ടതല്ലേ? കുഞ്ഞിനെ തനിച്ചാക്കിയിട്ട് ശ്രീദേവി ഇവിടെ പോയിരുന്നു. അവളോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? നീ കുഞ്ഞിനെ നോക്കുമോനെ. ഹലോ, ഉണ്ട്. ചേട്ടൻ്റെ കൊടുക്കാം. ചേട്ടാ, നേഴ്സ് ശാന്തയ്ക്ക് എന്തോ സംസാരിക്കണമെന്ന്. ഹലോ. ഓഹോ.
ഏതായാലും തക്ക സമയത്ത് തന്നെ ശാന്ത എന്നെ വിളിച്ചു നന്നായി. ഞാൻ വരാൻ താമസിച്ചിരുന്നുവെങ്കിൽ കുട്ടിയുടെ നില അപകടമാകുമായിരുന്നു. സാരമില്ല, ഇനി ഭയപ്പെടാനൊന്നുമില്ല. അപ്പൊ ഞാൻ വരട്ടെ. ശാന്ത എന്തിനാ കരയുന്നത്? കുഞ്ഞിന്റെ അപകടത്തിലേക്ക് മാറി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലേക്ക് വിളിക്കൂ. ഞാൻ കരഞ്ഞത് കുഞ്ഞിനോർത്തല്ല ഡോക്ടർ, അങ്ങയെ ഓർത്താണ്. എന്നെ ഓർത്തോ? എന്താ കാര്യം? ദിവസവും ഡോക്ടറോട് വരുന്നത് എന്റെ കുഞ്ഞിനെ ചികിത്സിക്കാനല്ലേ? അതെ. പക്ഷേ ആശുപത്രിയിൽ എല്ലാവരും നമ്മളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഡോക്ടറെ എന്നെയും ചേർത്ത് പറയാൻ പാടില്ലാത്തതൊക്കെയാണ് പറഞ്ഞു പരത്തിയിരിക്കുന്നത്. അവർ ആ കണ്ണുകൊണ്ട് നോക്കിയിട്ടാണ്. സത്യം നമുക്കല്ലേ അറിയാം. മനസാക്ഷി ഇല്ലാത്തവർ എന്ത് വേണമോ പറഞ്ഞുകൊള്ളട്ടെ. കുഞ്ഞിനെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഞാൻ വരട്ടെ. ശ്രീദേവി, ശ്രീദേവി, ആരുടെ ശ്രീദേവി? എന്റെ കുഞ്ഞിനെ തൊടാൻ നിങ്ങൾക്ക് എന്താ അവകാശം? അവകാശം? ഞാനവന്റെ അച്ഛനാണ്. ഒരച്ഛന് മകളെ തൊടാൻ അവകാശമില്ലേ? നിങ്ങളാണോ അച്ഛൻ? അല്ല അല്ല, എന്റെ കുഞ്ഞിനെ കൊന്ന കൊലപാതകയാണ് നിങ്ങൾ. എന്റെ കുഞ്ഞിനെ കൊന്നത് ഞാനാണ്. അല്ല ശ്രീദേവി, എനിക്കാരെയും കൊല്ലാനാവില്ല, രക്ഷിക്കാനേ ആവും. ഞാനൊരു ഡോക്ടറാണ്. ഡോക്ടർ? അത് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കാത്ത നിങ്ങളൊരു ഡോക്ടറാണോ? നിങ്ങൾ ഡോക്ടറല്ല, അച്ഛനുമല്ല, ഭർത്താവുമല്ല. ശ്രീദേവി, നിന്റെ അടക്കാനാവാത്ത ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എന്റെ ദുഃഖം നീ മനസ്സിലാക്കണം. ഹൃദയമുള്ളവർക്കല്ലേ ദുഃഖമുണ്ടാവും, നിങ്ങൾക്കതില്ലല്ലോ. എന്റെ കുഞ്ഞിനെ അമ്പലം വരെ ഒന്ന് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സമയമില്ലായിരുന്നു. ഇന്നെങ്കിലും നേരത്തെ എത്തിയിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിങ്ങനെ മരിക്കുമായിരുന്നോ? കുഞ്ഞിന്റെ മരണം നിന്നെ ഒരു ഭ്രാന്തിയാക്കരുത്. സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുമായിരിക്കുമല്ലേ? എന്നിട്ട് ആ ശാന്തയുമായി സുഖമായി ജീവിക്കാമല്ലോ. നിങ്ങൾക്ക് അവളുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും നിങ്ങളുടെ മനസമാധാനത്തിന് വേണ്ടി ചോദിക്കാതിരുന്നവളാണ് ഞാൻ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ശ്രീദേവി. ആരെന്ത് പറഞ്ഞാലും നീ മാത്രം എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇനി ഒരു അക്ഷരം സംസാരിക്കരുത്. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും വിശ്വാസങ്ങളും എന്റെ കുഞ്ഞിനോടൊപ്പം മരിച്ചു കഴിഞ്ഞു. അങ്ങനെയൊന്നും പറയരുത് ശ്രീദേവി. അത് കേട്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. നമ്മുടെ കുഞ്ഞിനെ എന്റെ കൈകളിലേക്ക് ഒന്ന് തരും. അവനെ ഞാൻ അവസാനമായി ഒന്ന് കണ്ടോട്ടെ. ഇല്ല ഇല്ല, എന്റെ കുഞ്ഞിനെ തൊട്ടു പോരുത്. നിങ്ങളെ കാണുന്നതിന് എനിക്ക് വെറുപ്പാണ്. പോകാം എന്റെ മുമ്പിൽ നിന്ന്. പോകാം, പക്ഷെ എന്റെ കുഞ്ഞിനെ എന്റെ കയ്യിലേക്ക് തരും. ഇല്ല, ഞാൻ തരില്ല. ശ്രീദേവി, ശ്രീദേവി, അവളെ ഒന്നും ചെയ്യരുത്. അവളെ വിട്ടേക്ക് പോലെ. അമ്മേ, അവളുടെ കയ്യിൽ ഇരിക്കുന്നത് എന്റെ കുഞ്ഞല്ലേ. അതിന്റെ കവളത്തിൽ ഉമ്മ വെച്ച് എനിക്ക് കെട്ടിപ്പിടിച്ച് കരയണം അമ്മേ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്ത് തന്നെ. ശ്രീദേവി, ഞാൻ പറയുന്ന കേൾക്ക്. കുട്ടി ഇങ്ങോട്ട് തരൂ. കുട്ടി ഇങ്ങോട്ട് തരാം. സുരേഷ്. ഓഹോ, ഇതുവരെ ഈ വീട്ടിൽ കാലെടുത്ത് വെക്കാത്ത വലിയ മനുഷ്യൻ വരണം. നല്ല മുഹൂർത്തത്തിലാണങ്ങ് വന്നിരിക്കുന്നത്. നിർത്തണം മിസ്റ്റർ. ഞാൻ എല്ലാം അറിഞ്ഞു കഴിയും. ഇനി കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇനിയെങ്കിലും എന്റെ മകളെ എനിക്ക് തിരിച്ചു. വിവാഹ ദിവസം ഉപേക്ഷിച്ച മകളെ വീണ്ടെടുക്കാൻ കണ്ട സമയം. മിസ്റ്റർ സുരേഷ്, നിങ്ങൾ സംസാരിക്കുന്നത് മുല്ലശ്ശേരിൽ വിശ്വനാഥനോടാണ്. ഓർമ്മ വേണം. സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. എനിക്കിനി ഒന്നും പറയാനില്ല. ഞാൻ എന്തിനും ഒരുക്കമാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. അവസാനിച്ചു വന്നു. എല്ലാം അവസാനിച്ചു. ഇനി എന്റെ കുഞ്ഞിന്റെ അവസാനത്തെ ചടങ്ങ് നടക്കും. മോനെ